മന്ത്രി വീണ ജോർജിനെതിരെ ആക്രമണം നടന്നുവെന്ന പ്രചാരണത്തിൽ സ്പീക്കർ എൻ ഷംസീറിന്റെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്. എൻ ഷംസീറിന്റെ ഫോൺ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഡിജിപിക്ക് പരാതി നൽകി. കണ്ണൂരിലെ പരിപാടി കഴിഞ്ഞ് കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന വീണ ജോർജ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയതിനു ശേഷം കേരളത്തിന്റെ സ്പീക്കറായിട്ടുള്ള എൻ ഷംസീറുമായി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ തിരക്കഥ എൻ ഷംസീറാണ്. ഇതിൻ്റെ സംവിധാനം പിണറായി വിജയനാണ്. നടിയായിട്ടുള്ള വീണ ജോർജ് അവരുടെ നടനം പാളിയതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഇന്ന് വീണ ജോർജ് ട്രോളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അശ്വിൻ പാലാഴിയുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, എന്താണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം? അശ്വിൻ. ഉന്മേഷ, ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അത് കലാപത്തിനുള്ള ശ്രമമായിരുന്നെന്നും മന്ത്രിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും വരെയുള്ള ആരോപണങ്ങൾ ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന് വരുമ്പോഴാണ് സ്പീക്കർ എൻ ഷംസീറിനെതിരെ ഒരു പരാതിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സംഭവത്തിൽ എൻ ഷംസീറിന് ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ വാദം. ആ പരാതിയിൽ പറയുന്നത് ഈ സംഭവം ഉണ്ടായതിനു ശേഷവും 1ാം പ്ലാറ്റ്ഫോം മുതൽ 3ാം പ്ലാറ്റ്ഫോം വരെ മന്ത്രി എൻ ഷംസീറിനൊപ്പം സ്പീക്കർക്കൊപ്പം നടന്നുപോയിരുന്നു. ഈ സമയത്തൊന്നും അവർക്ക് പരിക്കോ കഴുത്തിനോ കൈക്കോ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഈ ഒരു നാടകം എന്ന നിലയിൽ ഈ സംഭവങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ബിനു ചുള്ളിലിന്റെ പരാതി. ഈ പരാതി അന്വേഷിക്കണമെന്നും ഷംസീറിന്റെ ഫോണിലേക്ക് വന്ന കോളുകളും ഷംസീർ വിളിച്ച കോളുകളും അന്വേഷിക്കണമെന്നും ഉള്ളതാണ് നിലവിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യം. ഈ പരാതി നിലവിൽ ഡിജിപിക്കാണ് കൈമാറിയിരിക്കുന്നത്. അതുമായി മുന്നോട്ട് പോകാനും മന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ തുടരാനുമാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ തീരുമാനം. അശ്വിൻ പാലാഴി, ആലപ്പുഴയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.